ഏകദേശം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. അതുകൊണ്ട് തന്നെ സമയം ലൊക്കേഷനൊന്നും ഞാൻ നോക്കില്ല, കാരണം ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ താരം ഈ ലെക്സസ് LX 600 ആണ്. പക്ഷേ ഈ വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വണ്ടിയുടെ ഓണറിനെ നമുക്ക് ആദ്യമേ പരിചയപ്പെടാം. പക്ഷേ അതിന് മുന്നേ ഈ വണ്ടിയുടെ ബാക്കിലുള്ള നമ്പർ പ്ലേറ്റ് ഉണ്ടാകും 709 C കോഡ് അജ്മാനാണ്. ദിസ് മൈ ഫ്രണ്ട്സ് ഇസ് ദ ബ്രാൻഡ് ന്യൂ ലെക്സസ് LX 600 ആൻഡ് ഇത് നമ്മുടെ ഷെഫിക്കാൻ്റെയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിൻ്റെ സിനിമയിനകത്ത് നമ്മുടെ സായ് കുമാർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഒരു മുക്കത്ത് ഷെരീഫിന്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് കണ്ടിട്ടോ. നീ ആ കോർണറിലുള്ള കഫ്റ്റേരിയ കണ്ടോ? മുക്കത്തുകാരൻ ഒരു ഷെരീഫിൻ്റെ കഫ്റ്റേരിയ. അത് 9 വർഷം മുമ്പ് ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ചിട്ടാണ് അവൻ ഗൾഫിൽ വന്നത്. ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊടിയുന്ന മഴയത്തെ ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവൻ കിടന്നിട്ടുണ്ട്. അവൻ്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. ഇപ്പം അവൻ്റെ ഫാമിലി താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താ. അവിടെ അവർക്ക് സ്വന്തമായ ബിസിനസ്സും ഉണ്ട്. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകേണ്ട ജെറി. ഈ സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൽ മതി. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി എടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. നിന്റെ അപ്പൻ എങ്ങനായിരുന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോയിനകത്ത് നമ്മൾ ആ ഷെരീഫ് ഖാനെയും ഷെരീഫ് ഖാൻ എങ്ങനെയാണ് ഇങ്ങനെ എത്തിയെന്നും പിന്നെ എന്തുകൊണ്ട് ലെക്സസ് LX 600 വാങ്ങിച്ചു എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ മാൻ ഹിംസെൽഫ്. അവർ ബ്രോ ഹൗസ് എവരിതിങ്? എന്താണ് പറയൂ, എന്തുകൊണ്ട് ഈ വണ്ടി എടുത്തു? ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകണം. ജീവിതം കുറച്ച് ദൂരം കുറവും, അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം തീർത്തുകൊണ്ട് ഒരു എല്ലാം ടൊയോട്ടൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഇതല്ലേ ഉള്ളൂ. അതെ, അത് എനിക്ക് എടുക്കണം എന്ന് എനിക്കൊരു തോന്നി, എടുത്തു. കാരണം നാളെ എല്ലാവരും അങ്ങനെ എടുക്കട്ടെ എന്നുള്ളത്. നമ്മൾ ഉയരാനാണല്ലോ നമ്മൾ ഈ രാജ്യത്തേക്ക് വന്ന്. നമ്മൾ സങ്കടങ്ങളൊക്കെ നാട്ടിൽ, ഇവിടെ സങ്കടങ്ങൾ മാറ്റാൻ വന്ന രാജ്യമാണ്. ഇവിടെ വരുന്ന എല്ലാവരും ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ. അതെ അതെ, അതിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മളൊക്കെ ഇവിടെ വന്ന്. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന്. ഇക്കാടെ ആദ്യത്തെ വണ്ടി ഏതായിരുന്നു? എൻ്റെ വാന്. ആ, അയാസ് വാന്. പിന്നെ അതിൽ ഇങ്ങനെ ഓരോന്ന്, പിന്നെ പജീറോ എടുത്തു, പിന്നെ ഒക്കെ ലാൻഡ് ക്രൂസർ ആയിരുന്നു, പിന്നെ ഇതും. അങ്ങനെ അവസാനം എത്തിയ വണ്ടിയാണ് നമ്മുടെ ലെക്സസിൻ്റെ LX 600. അപ്പോൾ വാനിൽ നിന്ന് തുടങ്ങി. എങ്ങനെയായിരുന്നു ഈ തുടക്കം? നമുക്ക് എന്തായാലും ഒന്ന് നടന്നിട്ട് വണ്ടിയിൽ 360 അടിക്കാം, ഒറ്റ സ്ഥലത്ത് തന്നെ നിൽക്കണ്ട. പറയൂ. അതായത് ഞാൻ വന്ന കാലം ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊടുത്തിരുന്നു. ഒരു 6 ദിവസം ഞാൻ ഇവിടെ ജോലിക്ക് പോയിന്, ഒരു ഷിപ്പിൽ. അതോടുകൂടി എൻ്റെ വാപ്പൻ ആ പണി നിർത്തിച്ച് ഒരു ഗ്രോസറി തന്നു. പിന്നെ വാപ്പയും ക്യാൻസൽ ചെയ്ത് പോയതോടുകൂടി വാപ്പ ഉണ്ടാക്കി വെച്ചൊരു പരിപാടിൻ്റെ പിക്കിൾസ്. ആ ഉപ്പിലിട്ടെ നമ്മൾ അത് തന്നെ, അതുണ്ടാക്കി വിൽക്കൽ തുടങ്ങി. അങ്ങനെ അങ്ങ് പോകുന്നതാ തുടക്കം. പിന്നെ പ്ലാസ്റ്റിക് അത് ഇതൊക്കെ പിന്നീട് അപ്പോഴും ഉണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുകൊടുത്തില്ല. വാപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നും ഞാൻ ആദ്യം ഉണ്ടാക്കലായിരുന്നു. ഇവിടുന്ന് ഈ മാർക്കറ്റല്ല, ഇതിൻ്റെ മുമ്പ് അപ്പം ഹമരിയ മാർക്കറ്റ് ആയിരുന്നു. ബൈ ദ വേ ഗയ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അല്ലവീർ മാർക്കറ്റിലാണ്. ഇവിടെയാണ് മറ്റേ ഫുള്ള് ഫ്രൂട്ട്സും പരിപാടിയൊക്കെ കിട്ടുക. ഇവിടെ ഞാൻ സത്യം പറയാം, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലായിരുന്നു. നമ്മുടെ സേഫ് ബ്രോ ആണ് ഇവിടെ കൊണ്ടുവന്നത്. ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇത്, ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ. അതെ, ദ്വീപുമായി പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ആരും ഇതുവരെ, ഞാൻ ഇവിടെ 2009 തൊട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ലോകത്തെല്ലാ പഴവർഗ്ഗങ്ങളും കിട്ടുന്ന ഏക മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെല്ലാം ഇത് തന്നത് ഈ സ്ഥലമാണ്. അതെ, ലോകത്ത് ഒരു പക്ഷേ ദുബായിൽ മാത്രമായിരിക്കും വർഷത്തിൽ മൊത്തത്തിൽ മാംഗോ കിട്ടുന്ന ഒരു രാജ്യമുള്ളത്, അത് ദുബായിയാണ്. പിന്നെ മാർക്കറ്റിൽ പച്ചക്കറി ആയിട്ട് മാത്രം വിറ്റ് കിടക്കുന്ന ഒരാളാണ് ഞാൻ. പിക്കിൾസിന് വേണ്ട സാധനങ്ങൾ മാത്രം വരും, ഇവിടുന്ന് അങ്ങ് കണ്ടെയ്നർ കൊണ്ട് ഇറക്കും. പിന്നെ ഉപ്പിലിട്ടണം. ഒരുപാട് അധ്വാനമാകാലോ. ഇന്നൊന്നും ഇപ്പം അങ്ങനെ ആരും അധ്വാനിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം എല്ലാവരും സ്മാർട്ട് വർക്കിൻ്റെ പറയില്ല. അതെ അതെ. ഷെരീഫ് ബ്രോ അന്നും ഇന്നും പഠിച്ച ഒരു പാഠമുണ്ടോ? അല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. ഏതിനാ താളിപ്പ് പാടില്ല. ചെയ്താൽ ആരും വിജയിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളെ കണ്ണില്ലാതെ ഒരു കച്ചവടവും നമ്മൾ മറ്റൊരു നോക്കിക്കോളും എന്ന് വിചാരിച്ച് പോയരുത്. പോയാൽ നമ്മൾ അടിയിലേക്ക് പോകും. ഒരിക്കലും ഒരു മാനേജർ ഉണ്ടാവാം, പക്ഷെ മാനേജറെ നോക്കാൻ മുതലാളി അവിടെ നിർബന്ധം വേണം. പോയിന്റ്.
എവറി ഡേ യു ലേൺ സംതിങ് ന്യൂ. അപ്പോൾ ഈ വീഡിയോ വഴി നിങ്ങളും കുറേ നോളജും പരിപാടി കിട്ടുമെന്നാണ് വെച്ചിരുന്നത്. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ മെയിൻ ചാനൽ സംഭവ പരിപാടി വണ്ടികളാണ്. സോ ലെക്സസ് LX 600 ഇതേതാ V6 ആണോ? V6 ട്വിൻ ടോപ്പ് അല്ലേ? അതെ, ഇതിന്റെ ടോപ്പ് പേര് മേലോട്ടിഞ്ഞില്ല, മുകളിലോട്ട് ഇല്ല. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാർ ഏതാ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ? ഇൻഷാ അല്ലാ നോക്കുക. ഭാവി ഞാൻ പറയാറില്ല, കാരണം എന്നാലും ഏതാണ് മൈൻഡിലുള്ളത്? റോൾസ് റോയ്സ് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങൾ നമ്മൾ വെക്കുക എന്നല്ലാതെ ഞാൻ ഒരു സ്ഥലത്തേക്ക് ഉപ്പങ്ങൾ ഞാൻ ഇന്നലെ ഓക്കെ മേക്സ് സെൻസ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ വർത്താനം. ഇപ്പം നാളെ ഞാൻ ഒന്നും അല്ലാതായി പോകാനും നമുക്ക് ഒരു ദൈവം മുകളിൽ ഒറ്റൊന്നു മതി. അതുകൊണ്ട് ഒരു ആഗ്രഹവും നടത്തി കാണിക്കുക എന്നല്ലാതെ പറയാറില്ല. ഡാം അങ്ങനത്തെ പരിപാടി ഇങ്ങനെ ആദ്യമായിട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സേ ദ ലിസ്റ്റ്. പക്ഷേ എനിവേ നമുക്ക് ഈ നമ്പർ പ്ലേറ്റിലേക്ക് വരാം. C Ajman 709. Why 709? അതായത് ഇതിൽ ഒറ്റൊന്നും ഇരട്ടക്കല്ല, ഒക്കെ ഒറ്റക്ക. വല്ല ഓഡ് നമ്പർ. അതായത് 7 സിംഗിൾ നമ്പറുകൾ. അത് എൻ്റെ ഒരു ഭാഗ്യ നമ്പറും കൂടിയാണ് ഈ 7ഉം 9ഉം. അപ്പോൾ അജ്മാൻ്റെ ഭരണാധികാരി തന്നെ എനിക്ക് ഒപ്പിട്ട് തന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു നമ്പർ പ്ലേറ്റ് വേണമെങ്കിൽ ഷെയ്ക്കിൻ്റെ ഒപ്പ് വേണം, ലൈക്ക് പുള്ളിയുടെ. അപ്പോൾ ഇത് വേണം, ഈ സൈസ് ഈ കോഡിലൂടെ കിട്ടണമെങ്കിൽ. എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ട്, എൻ്റെ അറബി ചക്കന്മാരുണ്ട്, റബിയ സാലം, ഒബൈദ് സാലം ബിൻ ഹിന്ദി. അവനിലൂടെയാണ് എനിക്കിത് കിട്ടുന്നത്. C Ajman 709 ക്രൗൺ ഇത് കാണിച്ചു കൊടുക്കാം. ക്രൗൺ പ്രിൻസിൻ്റെ ഓഫീസ്, അജ്മാൻ റൂളൈസ് കോർട്ട്. ഓക്കെ, ഓഫീസിൽ നിന്ന് അങ്ങോട്ട് തരണം. ഓക്കെ, പുള്ളിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നമ്പർ പ്ലേറ്റ് നമ്പർ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ LX 600-നകത്ത് ഒരു ഡ്രൈവ് എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഓണർഷിപ്പിൽ? അത് അടിപൊളിയാണ്. ഞാൻ പല വണ്ടികളും ഓട്ടിയിട്ടുണ്ട്, എനിക്ക് ഏറ്റവും സുഖമായിട്ട് തോന്നിയത് ഈ വണ്ടി തന്നെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ലെക്സസ് LX 600-നകത്ത് ഒരു ഡ്രൈവ് പോയിട്ട് വരാം. സോ ഇതാണ് നമ്മുടെ ലെക്സസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. സത്യം പറയാലോ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരു പ്രീമിയം ലക്ഷറി ഇൻറ്റീരിയർ അല്ല വണ്ടിക്ക് വരുന്നത്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു ഡ്രൈവ് പോയിട്ട് വരാം. സോ ഐ ആം എക്സൈറ്റഡ്. ആർ യു എ ഫാസ്റ്റ് ഡ്രൈവർ ഓർ സ്ലോ ഡ്രൈവർ? സ്ലോ. വൈ? അത് നിലമൊക്കെ ഉള്ളൂ, ഒക്കെ ഇവിടെ നിയമം പാലിക്കണം, ഫൈനാണ്. വണ്ടി പക്ക സ്മൂത്ത് അല്ലേ? ഒന്നും അറിയില്ല എന്താ ആക്ഷൻ. സത്യമല്ലേ, സസ്പെൻഷൻ ഒന്നും ഒരു രക്ഷയില്ല. അതേമാതിരി കേട്ടോ, ഇത് ഇങ്ങോട്ട് പൊന്തും മുന്നേ. ഓ V6 twin turbo power. പവറാണ്, ഒരു രക്ഷയില്ല. ബൈ ദ വേ ലെക്സസിനെ കുറിച്ചിട്ടുള്ള ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൊയോട്ട ഇനീഷ്യലി US എക്സ്പോർട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടത്. സോ US ടൊയോട്ടയുടെ സെയിൽസ് നമ്മുടെ BMW നമ്മുടെ ഓഡി പോലെയൊന്നും പോകുന്നില്ലായിരുന്നു. ലൈക്ക് ടൊയോട്ടേനെ ആരും ഒരു പ്രീമിയം കാറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ടൊയോട്ട എന്നുള്ള പേര് അവർ മാറ്റിയിട്ട് ലെക്സസ് എന്നാക്കാന്ന് വെച്ചാൽ. ലെക്സസിൻ്റെ അർത്ഥം അറിയോ? ലക്ഷറിയുടെ ലെക്സും എക്സ്പോർട്ടിൻ്റെ എക്സും US-ൻ്റെ US. ലക്ഷറി എക്സ്പോർട്ട് ടു US. അങ്ങനെയാണ് ലെക്സസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ടൊയോട്ടയുടെ ഒരു പ്രീമിയം കാറാണ് ലെക്സസ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ എല്ലാം ഇത് പ്രൂവ് ചെയ്യുന്ന ഒരു വണ്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ വണ്ടി ഒന്ന് ദൂരത്തല്ലോ. ഞാൻ കൊടുത്തില്ല, സ്പോട്ട് വേറെ ഉണ്ട്, ഏറ്റവും താന്ന് നമ്മളിപ്പോ ഇക്കോ മോഡിലല്ലേ? അതിലാണ് ഇപ്പോൾ ഇതിലാണ് ഇത്രയ്ക്കും ചാട്ടാണെങ്കിൽ സ്പോട്ടിൽ മോഡല് എന്ത് ചാട്ടായിരിക്കും. ഇക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം ഈ വണ്ടിനകത്ത്? ഈ വണ്ടി അറിയാം, ഞാൻ കൈ വിട്ടാലും അങ്ങോട്ടും പോകില്ല അങ്ങോട്ടും പോകില്ല. ഓക്കെ, പിന്നെ അത് മാത്രമല്ല സ്റ്റിയറിംഗ് വീലും ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്തോളും. ഇതാന്ന് ഇത് മതി, ഒറ്റ കൈ കൊണ്ട്. ഈ ഒരു വരല്ലേ അടുത്ത്, ഞാൻ മറ്റൊക്കെ പവർ അല്ലേ. അതെന്തായാലും കൊള്ളാട്ടോ. അത് പഴയ ലെക്സസിന് അതില്ല, ലോറിയുടെ സ്റ്റാരിങ് കുടിക്കുന്ന ഐഡിയ. കുറച്ചൊന്നുമല്ല. എൻ്റെ 2 സുഹൃത്തുക്കളും എടുത്ത ഞാൻ ഓട്ടി നോക്കുമ്പോൾ ഞാൻ കരുതി ആ സ്റ്റാരിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ ഇതീ പിടിച്ചതിന് ശേഷമാണല്ലോ അത് പോയി പിടിക്കുന്നത്. അങ്ങനെ പിന്നെ കമ്പനി ചോദിച്ചോ പറഞ്ഞു അത് അങ്ങനെ വരുന്നത്. ഇത് മാത്രം ഇവിടെ ഈ 600 ആണ് പവർ സ്റ്റിയറിംഗ് വരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ഡോർ കണ്ടോ, ഇത് അടക്കണ്ട, അവിടെ വെച്ചെടുത്ത് കണ്ടോ, സംഭവം കൊള്ളാല്ലേ. സോ ഇങ്ങനെയാണ് അവസാനം ഈ വണ്ടി എടുക്കാം എന്നുള്ളൊരു ഡിസിഷൻ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. ഇതിൻ്റെ ഏറ്റവും പിന്നെ ടൊയോട്ട ജപ്പാൻ്റെതാ. ജപ്പാനാണല്ലോ മുൻകാലങ്ങളിൽ തന്നെ ഏറ്റവും നമ്മളൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കുന്നത് ജപ്പാൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ വർത്താനല്ല.
സത്യം. അപ്പോൾ ജപ്പാൻ തന്നെയാണ് ഇതിൻ്റെ കാരണം ഒരു മോശമാവില്ല. ഞാൻ കാരണം എല്ലാവരും റേഞ്ച് റോവറും പരിപാടി എല്ലാം എടുക്കുന്നത്. ഞാൻ ആയത് ഈ വാൻ എന്ന് പറഞ്ഞല്ലോ, വാന് ടൊയോട്ടൻ്റെ ആയിരുന്നു. അത് എവിടെയും ഞാൻ വഴിയിൽ നിന്നിട്ടില്ല ഇന്ന് വരെ. അതിൻ്റെ മുമ്പ് വേറെ കമ്പനിയായിരുന്നു, കമ്പനിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അതാകുമ്പോൾ ഞാൻ എന്നും വഴിയിൽ നിൽക്കലായിരുന്നു. പഴയ വണ്ടി ഈ വണ്ടി ഇതിന് മുമ്പുള്ള വണ്ടികളൊക്കെ ഞാൻ 4 കൊല്ലം 5 കൊല്ലം ഉപയോഗിച്ചിട്ട് ഒരു കേടുപാട് ഇതുവരെ പറ്റിയില്ല. എന്തായാലും കൊള്ളാട്ടോ. അപ്പോൾ ചോദിച്ചോട്ടെ, ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് എന്താ പറയുക? എടുക്കുകയാണെങ്കിൽ വിറ്റാൽ സെക്കൻഡ് ഹാൻഡ് വിറ്റാലും പൈസ കിട്ടുന്ന ഏക വണ്ടി ടൊയോട്ട. എനിക്കതേ പറയാനുള്ളൂ. റീസെയിൽ വാല്യൂലും പുലിയാണ്. ഇത് ലാൻഡ് ക്രൂസറിൻ്റെയിലും വളരെ കുറവാട്ടോ എണ്ണ, വളരെ കുറവാണ്. നോക്കിയാ നമ്മള് 120 പോയാലും നമുക്ക് ഫീൽ ആവില്ല. അത് എനിക്ക് റഡാർ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഫുൾ തന്നെ കാണിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഷെഫിക്ക് അർത്ഥമല്ല, ഇങ്ങനത്തെ ഒരു വണ്ടി ആഗ്രഹിക്കാൻ പറ്റുന്നു, പക്ഷെ ഇതുവരെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്ത് പുള്ളി ഒരു ഞാനും ആയിട്ടില്ലായിരുന്നല്ലോ. 35 കൊല്ലം ഞാൻ ഇവിടെ അധ്വാനിച്ചതിന് ശേഷമല്ലേ ഞാൻ ഇതെടുത്ത്. ഞാൻ വന്നതിന് ശേഷം അന്ന് തന്നെ എടുത്താലല്ലോ. ഷെരീഫ് ബ്രോ ആവാൻ 35 കൊല്ലം എടുത്തു. 35 വർഷം കഴിഞ്ഞതിന് ആയില്ലേ ഞാൻ ഇത് എടുക്കാൻ. പെട്ടെന്നാവരുത്. അതിലേടാ എത്രാമത്തെ വയസ്സിലെ പണി ചെയ്ത് തുടങ്ങി? ഞാൻ 18 വയസ്സ് കഴിഞ്ഞ ഇവിടെ എത്തിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവരോടും അതന്നെ പറയാനുള്ളൂ, പെട്ടെന്ന് യൂസുഫ് അലി ആവണ്ട, ആവും എന്ന പ്രതീക്ഷയോട് കൂടി ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമ്മളെ മുന്നോട്ട് അയക്കുന്നത്. പക്ഷേ നാളത്തെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് വെച്ചാൽ നാളെ ഉണ്ടാവുമോ എന്നറിയില്ല. അതാണല്ലേ അടുത്ത കാർ ഏതാണെന്ന്. അതെ അതെ, അതെന്തായാലും കൊള്ളാം കേട്ടോ. അതെന്തായാലും കൊള്ളാം. സോ എനിവേ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് ആൻഡ് എ ഹ്യൂജ് താങ്ക്സ് ടു ഷെരീഫ് ബ്രോ, സൈഫു ബ്രോ ആൻഡ് മിസ്റ്റർ ആരോമൽ ആസ് വെൽ. സോ ഇതുപോലത്തെ വീഡിയോസിനും പരിപാടീസിനായിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ എനിവേ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട് ദാറ്റ്സ് എ റാപ്പ്. ഇച്ച് ബോറാണ് സൈനിങ് ഓഫ്. ആൻഡ് ബിഫോർ ദാറ്റ് ഷെരീഫ് ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, എല്ലാവരും നല്ലത് വരട്ടെ. എല്ലാവർക്കും ഭൂമിയിലുള്ളവർക്കൊക്കെ സമാധാനം കിട്ടട്ടെ. അപ്പോൾ ഓക്കെ, ചിയേഴ്സ്, ബൈ.